അസ്സലാമലൈക്കും. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസെല്ലാം കുറേ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കുക, കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നമുക്ക് എത്ര ഉപകാരമായിരുന്നു. ഞാനിപ്പോൾ ഏത് വീഡിയോ കാണുമ്പോഴും, ഏത് റീൽസ് ആവട്ടെ അല്ലാത്ത വീഡിയോ ആവട്ടെ, ഞാനപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം നമ്മളൊരു സബ്സ്ക്രൈബ് കൊടുത്തിട്ട് അതുകൊണ്ട് രക്ഷപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോയി രക്ഷപ്പെടട്ടെ. നമ്മളെപ്പോലുള്ള വലിയ വലിയ പണക്കാരല്ല ഞാൻ പറയാം, നമ്മൾക്കൊരു പാവപ്പെട്ടവർ ഒരുപാടുണ്ടാവും. എന്തെങ്കിലും ഒരു പ്രതീക്ഷയായിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട്, അത് ഫുഡ് ആവട്ടെ, ആകെ ഒരു ഫോണേ ഉണ്ടാവും, ഒരു സ്റ്റാൻഡ് വരെ ഉണ്ടാവില്ല. പിന്നെ പലക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു സ്റ്റാൻഡ് വരെ ഉണ്ടാവില്ല വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക്. അപ്പോൾ അത് കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ വീഡിയോ എടുത്ത് ഇടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ അടുത്തുതന്നെ ഒരു വീഡിയോ കാണാനിടയായി. എന്താ വെച്ചാൽ വളരെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് പിന്നെ ഇതിൽ നിന്നും എൻ്റെ ചാനൽ മോണിറ്റൈസിങ് ആയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ചേച്ചീനെ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ചേച്ചീനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ഫുള്ള് അതിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കി, വീഡിയോസ് എല്ലാം നോക്കി. ഇതെന്താണ് ഇങ്ങനെ പിന്നെ വീഡിയോ എല്ലാം നോക്കുമ്പോൾ നല്ല നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ലോങ് വീഡിയോ ഉണ്ട്, റീൽസ് ഉണ്ട്, പിന്നെ ഒരുപാട് വീഡിയോ, എത്രയോ 1000 അങ്ങനെ എന്തോ വീഡിയോ ആ ചേച്ചി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതപ്പോൾ നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പരസ്പരം. ഞാൻ ആരെ വേണമെങ്കിൽ ആരെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തിരിച്ച് നമ്മളൊക്കെ ഇനി അല്ലാത്തവരും കാണാതായി പോയവരും എൻ്റെ വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് നമുക്കൊരു രക്ഷപ്പെടലുണ്ടായാലോ. ജീവിതമല്ലേ, അതിൽ നമ്മൾ ജീവിതം തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ് മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു ഇതും ഞാൻ എന്താണ് ഒരു പ്രതീക്ഷയോടെ നല്ലതിന് വേണ്ടി എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നത്. പിന്നെ പറയാൻ ഞാൻ ഇപ്പോൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഇന്നലെ ന്യൂസ് കണ്ട്. എന്താ വെച്ചാൽ അംഗനവാടി ടീച്ചർ കുട്ടീൻ്റെ കൈ പിടിച്ച് തിരിച്ച് പറഞ്ഞിട്ട് അങ്ങനെയും കണ്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എന്താ അംഗനവാടി ടീച്ചർ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് പറഞ്ഞിട്ട്. നമ്മളെ അംഗനവാടിയിൽ കൊണ്ടാക്കുന്ന എത്ര ചെറിയ കുട്ടികളെയാണ് അല്ലേ നമ്മൾ കൊണ്ടാക്കുന്ന. 2.5 വയസ്സ് മുതൽ നമ്മൾ കൊണ്ടാക്കുന്നുണ്ട് അംഗനവാടിയിലേക്ക്. എൻ്റെ മോക്കിപ്പോൾ 2.5 വയസ്സ്. അതായത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഈ ഒരു പിന്നെ വേലിൻ്റെ അപ്പുറത്തുള്ള നേരപ്പുറം കാണുന്നതാണ് അംഗനവാടി. പിന്നെ അപ്പോൾ പറയാൻ അത്ര അടുത്താണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ബേജാറൊന്നുമില്ല. കുട്ടീൻ്റെ ഒരു കരച്ചിലിട്ടാൽ ഞാനിപ്പോൾ തന്നെ അംഗനവാടിയിലേക്ക് പോയി നോക്കുക എന്താണെന്നുള്ളത്. പക്ഷേ എന്നാലും അങ്ങോട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. കാരണം കൈ പിടിച്ച് തിരിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് എനിക്ക്, ഇരുമ്പ് വടി കൊണ്ട് അടിച്ചെന്നൊക്കെ പറയുമ്പോൾ. കാരണം നമ്മൾ അത്ര വിശ്വസിച്ചിട്ടാണ് നമ്മൾ അംഗനവാടിയിലേക്ക് മക്കളെ കൊണ്ടുവിടുന്നത്. അവർ ഒരു 9:30 ടൈം തന്നെയാണ് അംഗനവാടീൻ്റെ ടൈം. 9:30 നമ്മൾ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര 3:30 വരെയാണ് നമ്മൾ കുട്ടീനെ നിർത്തുന്നത്. ഈ 3:30ക്കാണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. ഞാൻ കൂട്ടിനെ കൊണ്ടാക്കുന്ന അന്നത്തെ ദിവസം എന്താണോ അവിടെ പിന്നെ ഉണ്ടായത്, എന്താ ഫുഡ്, എന്ത് പറഞ്ഞു, ടീച്ചർ എന്ത് പറഞ്ഞു, പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ കുട്ടികൾ മനസ്സിൽ കള്ളത്തിലില്ല. കുട്ടികളെല്ലാം പറയും, എല്ലാം പറയും കുട്ടി, എല്ലാ കാര്യങ്ങളും പറയും. പിന്നെ പറയാൻ എനിക്കിപ്പോൾ ഇവിടെ കുറേ അംഗനവാടി ഉണ്ട്. പക്ഷെ നമ്മൾ കുട്ടി പോകുന്ന ഈ അംഗനവാടീനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ടീച്ചർ പിന്നെ മെമ്പർ കൂടിയാണ്, വളരെ നല്ല ടീച്ചറാണ്. മെമ്പറും ടീച്ചറും കൂടിയാണ്. പിന്നെ ഉണ്ട്, ഹെൽപ്പർ ഉണ്ട്. അപ്പോൾ പിന്നെ കുട്ടികളോട് ഭയങ്കര പാട്ടും ഡാൻസും എല്ലാം ആയിട്ട് ഓരോ ദിവസവും, അതായത് ഉച്ചയാകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം ആക്കിയിട്ട് ഉച്ച കഴിയുമ്പോഴേക്ക് കുട്ടികളെ പിന്നെ പാട്ടും ഡാൻസും കുട്ടികളുമായിട്ട് ഭയങ്കര കളിയാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയാം, എല്ലാ അംഗനവാടി അങ്ങനെയല്ല. ആരും ഇതെല്ലാം കേട്ടിട്ട് പിന്നെ മറ്റുള്ളവർക്ക് പേടിയാവുന്നുണ്ടാവും. കാരണം എന്തിനാ ഒരു വീട്ടിൽ ഇരട്ട കുട്ടികൾ വരെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇരട്ട കുട്ടികളെന്ന് പറയുമ്പോൾ ഒരേ പ്രായത്തിൽ വരുമ്പോൾ നമ്മൾ 2 മക്കൾ ഒരുമിച്ച് അംഗനവാടിയിൽ കൊണ്ട് നിർത്തേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ കുട്ടികൾ പരസ്പരം പിന്നെ ഇതും തള്ളവും പെടിയെല്ലാം ഉണ്ടാവും. അതൊക്കെ സാധാരണയല്ല, അതൊരു പ്രായം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സ്കൂൾ പോയാലും എന്തായില്ലേ, അതെന്തായാലും ഉണ്ടാവും ഒരു പ്രായം വരെ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുക, ഇപ്പോൾ ഈ ന്യൂസ് ഇപ്പോൾ എന്നെ പോലെ വേറെ ആളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും ഉണ്ടാവും ഒരു ബേജാറാണ്, എൻ്റെ മോളും ഉണ്ടല്ലോ എൻ്റെ മോനും ഉണ്ടല്ലോ പോകുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടുത്തെ അംഗനവാടിയിലെ ടീച്ചറും ആയൊക്കെ ഭയങ്കര കുട്ടികളായിട്ട് കൂട്ടും. എൻ്റെ മോൾ നേരം വെളുക്കാൻ കത്തുക്കും. എന്തിനാണെന്നറിയാം, അമ്മയിൽ പോകാമെന്ന് അവൾ പറയാം. 2.5 വയസ്സാകുമ്പോൾ അപ്പോൾ അത്രയല്ല സംസാരിക്കാനായിട്ടുള്ളൂ. അവൾ എന്നോട് പറയും, ഉമ്മ പിന്നെ അമ്മയിൽ കൊണ്ടാക്ക്, അമ്മയിൽ പോകണമെന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കുട്ടികൾ പറയുന്നത്. ഇനി അഥവാ അങ്ങനെ ഭയം തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾ പറയില്ലേ ഞാൻ പോവില്ല എന്ന് പറയാൻ മാത്രമല്ല, നമ്മൾ ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്ന സ്ഥലത്ത് കുട്ടി കരയും, അമിതമായി കരയും. എന്താ വെച്ചാൽ എന്താ പറയണ്ടേ, അംഗനവാടിയല്ലോ
കേൾക്കുമ്പോൾ സ്കൂളിൽ പിന്നെ ടീച്ചർ അങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ കുട്ടി സൂയിസൈഡ് അങ്ങനെ നമ്മൾ കേട്ടോണ്ടുണ്ടായത്. അപ്പോൾ അംഗനവാടി കേൾക്കുമ്പോൾ ഒരു ബേജാറ്. എല്ലാവരും അങ്ങനെ വിചാരിച്ച് ടെൻഷനാവുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും അംഗനവാടി ആകുകയല്ല ഒന്നങ്ങനെ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ടീച്ചർ അങ്ങനെ എന്താ ചെയ്തതൊന്നും ഞമ്മക്കറിയില്ല. പിന്നെ എന്തായാലും നമ്മളെ മക്കൾ സേഫായിരിക്കണം. അംഗനവാടി പ്രത്യേകിച്ചും അത്രയും ചെറിയ കുട്ടികളാണ്. നമ്മളെ മക്കളൊന്നും സേഫായിരിക്കട്ടെ. ആരും ഉപദ്രവവും ഇതൊന്നും സഹിക്കാണ്ട് നമ്മളെ മക്കൾ വളരട്ടെ.